പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബസ വിജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വഗബി. ഞാൻ ആഷിഖ് ജോയ്. ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in ടെൻഡാൻസിയോനെയും സൈഡ് ലിബറാനോ സമാലോ ആമേൻ. അപ്പം എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം എന്നെ ഒരു ലേഡി വിളിക്കുകയുണ്ടായി, ഒരു പ്രധാനപ്പെട്ട ഒരു ജില്ലയിൽ നിന്ന്. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞത് ഇപ്രകാരമാണ്. എന്നെ വിളിക്കുന്നത് തിങ്കളാഴ്ച, ചൊവ്വാഴ്ച അവരുടെ വീടിൻ്റെ ജപ്തി നടക്കുകയാണ്. ഉച്ചയ്ക്ക് 2:30 ജപ്തി നടക്കും. തിങ്കളാഴ്ച വിളിച്ച് പറയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇത് നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഏക വഴി ജീവൻ അവസാനിപ്പിക്കാമെന്ന് എന്നതേ ഉള്ളൂ എന്നവർ പറഞ്ഞു. അപ്പോൾ അവർ 3 പെമ്മക്കളുണ്ട്, 4 ആത്മാക്കളാണ്. അപ്പം അവർ ഒരു പ്രത്യേക റീതിയിൽപ്പെട്ടവരാണ്. അപ്പം ഞാൻ ചോദിച്ചു, സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുമല്ലോ, രൂപത എന്ന് പറയുന്നു, ഇടവക എന്ന് പറയുന്നു എന്നൊക്കെ. എവിടെ നിന്നും അവർക്ക് സഹായം ലഭിച്ചില്ല. അവരുടെ ആ പരിസരത്തുള്ള പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള ധ്യാന കേന്ദ്രത്തിൽ പോയി അവിടെ പറഞ്ഞപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് 16 ലക്ഷം രൂപ കടമുണ്ട്. 16 ലക്ഷം രൂപ കടത്തിൽ 10 ലക്ഷം രൂപ ഇവർക്ക് വീട്ടിൽ കൊടുത്തത് ഒരു പെന്തക്കോസ്ത ബ്രദറാണെന്നുള്ളതാണ്. അദ്ദേഹം ആരിൽ നിന്നൊക്കെയോ പൈസ വാങ്ങിച്ച് ഇവരെ സഹായിച്ചു. പക്ഷേ ഇപ്പോഴും 6 ലക്ഷം കടമുണ്ട്. ആ 6 ലക്ഷത്തിൻ്റെ കടത്തിൻ്റെ പേരിൽ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ് ചൊവ്വാഴ്ച. ഇപ്പം ഞാനിപ്പോൾ വീട് ചെയ്യുമ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ, ചൊവ്വാഴ്ച വീട് ജപ്തി ചെയ്യും. അപ്പം ഇവരുടെ ഭർത്താവ് മരിച്ചുപോയി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഭർത്താവ് മരിച്ചു പോയത് അപ്പോഴേക്കും കുടുംബം കടക്കണിയിലായി. ലോൺ അടക്കാൻ പറ്റിയില്ല. പിന്നെ പ്രണയവിവാഹം ആയതുകൊണ്ട് തന്നെ വീട്ടുകാരാരുമില്ല സഹായത്തിന്. ഭർത്താവിൻ്റെ വീട്ടുകാരുമില്ല, ഈ സ്ത്രീയുടെ വീട്ടുകാരുമില്ല, പിന്നെ സഭയില്ല, സഹായിക്കാൻ ആരുമില്ല. ആത്മഹത്യയാണെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ജീവൻ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പം എനിക്ക് ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കാണാത്ത വ്യക്തി നമ്മൾ ടെസ്റ്റ് ചെയ്യണമല്ലോ ഇത് സത്യമാണോ എന്നുള്ളത്. അപ്പം ഞാൻ ഇതറിയാൻ വേണ്ടിയിട്ട് ഈ സഭയുടെ ഏറ്റവും തലപ്പത്തിന്ന് തുടങ്ങിയിട്ട് ഞാൻ വിളിക്കാൻ തുടങ്ങി. ഒരാളും ഇത് ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. കാരണം ഇത് നാളെ ഇവർ ജീവൻ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഉത്തരം കൊടുക്കേണ്ടി വരും. അവസാനമായിട്ട് എൻ്റെ ഫോൺ കോളാണല്ലോ ഉണ്ടാവുക. സോ എൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലും ബിഷപ്പ് ഹൗസുകളിലും അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ തീരുമാനം. അപ്പോൾ അങ്ങനെ ബിഷപ്പ് ഹൗസിൽ വിളിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി കേട്ടിട്ട് വേണം പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോലീസുകാർ അറ്റ്ലീസ്റ്റ് അത് അവരെ തടയുകയും ചെയ്യുമല്ലോ. അങ്ങനെ ഉച്ച സമയത്ത് ഇവരെന്നെ വിളിക്കുന്നു. ഈ സമയത്ത് ഞാനിതിനെപ്പറ്റി അന്വേഷിക്കുന്നു. ഇങ്ങനെ ഒരാളുണ്ടോ, ഇങ്ങനെ ഒരു ഇടവകയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നു. അപ്പോൾ ഇടവകയൊക്കെ ഉണ്ട്. പക്ഷേ മുകളിൽ നിന്ന് വിളിക്കുമ്പോൾ അവർ പറയും അടുത്ത ആളെ വിളിക്കും, വേറെ നമ്പർ തരാം. ആ വൈദികനെ വിളിക്കുമ്പോൾ അവർ പറയും വേറെ നമ്പർ തരാം. ആ വൈദികനെ വിളിക്കുമ്പോൾ പറയും വേറെ നമ്പർ തരാം. കുഴപ്പമില്ല, നമുക്ക് ശരിയായ ആളിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണല്ലോ. പക്ഷേ എന്നെ വിഷമിപ്പിച്ച കാര്യം, ഞാൻ ഇത്രയും വൈദികരെ വിളിച്ചു, ഇവരിൽ ഒരാൾ പോലും ഇവരുടെ രൂപതയിൽപ്പെട്ട ഇവരുടെ റീത്തിൽപ്പെട്ട ഒരു വിശ്വാസിയാണെന്ന് ഓർക്കണം. 1 അല്ല 4 ആത്മാക്കളാണ്. ഇവരാരും ഈ നിമിഷം വരെ അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാമെന്നോ അല്ലെങ്കിൽ അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്തായി എന്ന് പോലും ചോദിച്ച് വിളിച്ചില്ലെന്നുള്ളതാണ്. ഈ കണ്ണൂർ കിടക്കുന്ന ഞാൻ, എൻ്റെ റീത്തുമല്ല, എനിക്കിവരറിയത്തു പോലില്ല ജീവിതത്തിൽ. അപ്പോൾ ഞാൻ ആണ് ഇവരുടെ ഫോൺ എടുത്ത് സംസാരിച്ചത്. അവസാനം എനിക്ക് മനസ്സിലായി ഇത് ജെന്യൂൻ കേസാണെന്ന് ഉള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും വൈകിട്ട് സന്ധ്യയായി. അപ്പം ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുവാണ്. പക്ഷെ എനിക്ക് കുളിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിൽ ഭയങ്കര അസ്വസ്ഥത, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഭയങ്കര വിഷമം. അപ്പോൾ എനിക്ക് തോന്നുവാണ് ഇവരെ വിളിക്കണമെന്ന്. ഞാൻ ഇവരെ വിളിച്ചു. ഇവർ പറഞ്ഞ കാര്യം ഇതാണ്: ഞായറാഴ്ച ദിവസം കരുണയുടെ തിരുനാൾ ആഘോഷിച്ച് കഴിഞ്ഞ് ഫെർട്ടിലൈസർ, ഈ ചെടികൾക്കൊക്കെ കിട്ടുന്ന വളം, ആ വിഷം ഇവർ വാങ്ങിച്ചു. എന്നിട്ട് അലമാരയെ കൊണ്ട് വെച്ചു. ഈ 3 പെമ്മക്കൾക്ക്
ഇഷ്ടമുള്ളത് ബിരിയാണിയാണ്. ബിരിയാണി കഴിച്ച് എന്നെ വിളിച്ച ആ ദിവസം രാത്രി വിഷം കഴിച്ച് ജീവൻ അവസാനിപ്പിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. അപ്പോൾ അവസാനത്തെ പ്രതീക്ഷ എന്ന നിലയിലാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചത് എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയത്? അത് ആരോ ഒരാൾ, ഏതൊരു പെൺകുട്ടി അവർക്ക് 1 വർഷം മുൻപ് കൊടുത്തതാണ് ഈ നമ്പർ. 1 വർഷം അവരുടെ കയ്യിലുണ്ടായിട്ട് അവർ വിളിച്ചില്ല. ജപ്തി ചെയ്യുന്നതിൻ്റെ തലേന്നാണ് അവർ വിളിക്കുന്നത്. അതിന് കാരണം അവർ പറഞ്ഞത് കരണക്കൊന്ത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി എന്നെ വിളിക്കണമെന്ന്. അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ ഈ 6 ലക്ഷം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും? എനിക്കറിയത്തില്ല. നമ്മൾ ഈ ആളുകളെ സഹായിക്കുന്നത് അറിയാം. അത് ഒരു 1000, 2000, 5000, മാക്സിമം ഒരു 10,000 ഒക്കെ വരെ നമ്മൾ എമർജൻസി കേസുകളിലൊക്കെ സഹായിക്കാറുള്ളൂ. ഇത് ഞാൻ എന്ത് ചെയ്യും? എനിക്കറിയത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിടാനായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷേ വൈകുന്നേരം ആയപ്പോഴും ഇവരെ വിളിക്കണമെന്ന് പ്രേരണ ലഭിച്ചതിന് പുറത്ത് വിളിച്ചപ്പോഴാണ് ഇവർ പറഞ്ഞത്, അന്ന് ഞാൻ ആ വൈകുന്നേരം വിളിച്ചില്ലായിരുന്നെങ്കിൽ ചൊവ്വാഴ്ച ദിവസം പത്രത്തിൽ ഇങ്ങനെ കാണാം, ഇന്ന് ജില്ലയിൽ ഒരു കുടുംബത്തിലെ 4 പേര് ജീവൻ ഒടുക്കിയെന്ന്. ആ സമയത്ത് ആ ഇടവകത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് അനുശോചനം അറിയിക്കും, അയ്യോ നല്ല കുടുംബമായിരുന്നൊക്കെ പറയും. അപ്പം ഞാൻ അവരെ വിളിച്ച് എവിടെ നിന്നില്ലാത്ത രീതിയിൽ നല്ലൊരു അഭിഷേകമായിരുന്നു അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, വചനമൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാനിതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ചൊവ്വാഴ്ച ദിവസമാണ് അവർ പറഞ്ഞത്, ആഷിക്ക് വിളിച്ചില്ലായിരുന്നെങ്കിൽ അന്ന് രാത്രി ഇവരാ ജീവിതം തീർക്കാനാണ് തീരുമാനിച്ചത് എന്നുള്ളത്. കാരണം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 വീട് ജപ്തി ചെയ്യും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് വീട് പോയാൽ നമുക്ക് വേറൊന്നും ഉണ്ടാക്കാം, പക്ഷേ ആത്മാവ് നഷ്ടപ്പെട്ടാൽ പറ്റത്തില്ലല്ലോ. സോ നിങ്ങൾ ആശ്വസിച്ചിരിക്കുക, വീട് ജപ്തി ചെയ്താൽ ഞങ്ങൾ എവിടെ പോകുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ആരുമില്ല സഹായിക്കാൻ, വീടില്ല, അവർ കടത്തിണ്ണയിൽ ജീവിക്കേണ്ടി വരും ഈ 3 പെൺമക്കളെയും കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അടുത്ത് എവിടെയെങ്കിലും ഒരു വാടക വീടുണ്ടെങ്കിൽ അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ അന്വേഷിച്ച് കണ്ടെത്തി. ഒരു 19,000 രൂപ ഡെപ്പോസിറ്റ് വേണമെന്ന് പറഞ്ഞു. അത് കൊടുത്ത് ആ തലേന്ന്, അതായത് ചൊവ്വാഴ്ചയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ചൊവ്വാഴ്ച ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പിടിച്ചു നിൽക്കണം, വീട് ജപ്തി ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ വിഷമിക്കരുത്, ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടെ തന്നെ ജപ്തി ചെയ്യുന്നതൊക്കെ നോക്കി നിന്നു. അങ്ങനെ വീട് ജപ്തി ചെയ്ത് കഴിഞ്ഞു. പിന്നീട് അവർ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമാണ് വാടക വീട് റെഡിയായത്. അങ്ങനെ അതൊരു നമ്പൂതിരിയാണ് സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 50,000 രൂപ ഡെപ്പോസിറ്റ്, മാസം 5,000 റെൻറ്റും വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുടുംബം ആ രാത്രി അവിടെ കഴിഞ്ഞു. ഇന്നും അവരവിടെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം ഈ പറഞ്ഞതുപോലെ കരുണയുടെ തിരുനാൾ ആഘോഷിച്ച് കഴിഞ്ഞിട്ടാണ് പോയിട്ട് വിഷം വാങ്ങിച്ചിട്ട് വരുന്നത്. മുട്ടാവുന്നിടത്തെല്ലാം മുട്ടി, അവരുടെ സഹോദരങ്ങളിടത്തെല്ലാം പോയി ആട്ടി പുറത്താക്കിയെന്നാണ് പറഞ്ഞത്. ഒരു സ്ഥലത്ത് നിന്നും ഇവർക്ക് സഹായം ലഭിച്ചില്ല. അവസാനത്തെ പിടിവള്ളി എന്ന രീതിയിലാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഇവർ പറഞ്ഞത്, എന്നെ വിളിക്കുന്നതിന് മുൻപ് ഇവർ ഒരു ചാപ്പലിൽ, ഒരു പള്ളിയിലോ ചാപ്പലിലോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഈ സമയത്ത് അവരിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീ, ഒരു വെളുത്ത മുഖമുള്ള നല്ല മുടിയുള്ള പ്രായമായിട്ടുള്ളൊരു അമ്മച്ചി വന്നിട്ട് ഇവരോട് ചോദിച്ചു, മോളെ നീ എന്തിനാ വിഷമിക്കുന്നത്, നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, അമ്മേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നാളെ വീട് ജപ്തി ചെയ്യും, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ പറഞ്ഞ മറുപടിയാണ്. ഈ മറുപടി ആ സമയത്ത് അവർ മനസ്സിലാക്കിയില്ല. കാരണം നാളെ വീട് ജപ്തി ചെയ്യാൻ പോകുന്ന ഈ ആൾക്ക് ആരെന്ത് പറഞ്ഞാലും തലയിൽ കയറില്ല. അപ്പോൾ ഈ അമ്മ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, മോന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. മോന് കേൾക്കുമ്പോൾ തോന്നും ഈ അമ്മയുടെ മോനെ പറ്റിയാണ്. അപ്പം മോന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞത് ഈശോയ്ക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. പക്ഷേ സാധാരണക്കാരെ സംസാരിക്കുമ്പോൾ ഈശോയ്ക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നല്ല ചോദിക്കുക. പക്ഷേ മോന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, ആര് ഞങ്ങളെ സഹായിക്കുമെന്ന് ചോദിച്ചു. അപ്പം ഈ അമ്മച്ചി പറഞ്ഞു, ദൈവം സഹായിക്കും എന്ന് പറഞ്ഞിട്ട് ഈ അമ്മച്ചി പോവാണ്. അതിനുശേഷമാണ് ഇവരെന്നെ വിളിക്കുന്നതും രാത്രി ഞാൻ ഇവരുടെ അടുത്ത് സംസാരിക്കുന്നതും. ചൊവ്വാഴ്ച 2:30 വീട് ജപ്തി ചെയ്ത് കഴിഞ്ഞ് അത്യാവശ്യം പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങി വാടക വീട്ടിൽ ഇവരെ ആക്കി. ഞാൻ എൻ്റെ സുഹൃത്തിനെ അറിയിച്ചു. എൻ്റെ സുഹൃത്തൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി. പുള്ളിക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ അതിൽ ആഡ് ചെയ്ത് കാര്യങ്ങൾ ധരിപ്പിച്ചു.
അപ്പോൾ ബാങ്കുകാർ പറഞ്ഞത് ഇതാണ്, ഏപ്രിൽ 25-നുള്ളിൽ 6 ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ വീട് തിരികെ ലഭിക്കും എന്നാണ് ബാങ്കുകാർ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് കാശ് കളക്ട് ചെയ്യാൻ നോക്കണം. ഈ സഹായിക്കുന്ന ആൾക്കാരൊന്നും ജീവിതത്തിൽ ഇന്ന് വരെ ഈ വ്യക്തിയെ കണ്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെ കാശ് കളക്ട് ചെയ്ത് ഏകദേശം ഒരു 2,30,000 രൂപ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ആയിട്ടുണ്ട്. 2,33,000 രൂപ. ഇനിയും കാണണം 4 ലക്ഷത്തി സംതിങ്. ഈ സമയത്ത് ഇന്നലെ രാത്രി അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് ഒരു കുടുംബം 3.5 ലക്ഷം തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു, തിരിച്ചു തരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കണക്കൂട്ടി നോക്കിയപ്പം അവർക്ക് അടയ്ക്കാനുള്ള തുക റെഡിയായി. ഒന്ന് ആ ചേച്ചിയുടെ വിശ്വാസമാണ്. അവർ പറഞ്ഞു, ഈശോ ഞങ്ങളെ ഉപേക്ഷിക്കത്തില്ല, ഈ വീട് ഞങ്ങൾക്ക് തരും. അവരുടെ വേർപ്പൊഴുക്കി സ്വന്തമായിട്ട് കല്ല് ചുമന്ന് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയ വീടാണ്. ആ ചേച്ചിയുടെ വിശ്വാസം ഈ ബുദ്ധിമുട്ടിൽ അവർ യേശുവിനെ തള്ളിപ്പറഞ്ഞില്ല, ആ 3 പെമ്മക്കളും തള്ളിപ്പറഞ്ഞില്ല. പിന്നെ ആ സമയത്ത് പിശാച് തോന്നിപ്പിച്ചൊരു കാര്യം, ജീവിതം അവസാനിപ്പിക്കാൻ. പക്ഷെ അവരത് എടുത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചിന്തിക്കുകയാണ്, നമ്മൾ ഈശോ നല്ലൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സഭയ്ക്ക്. വെൽ ഓർഗനൈസ്ഡ് സ്ട്രക്ചറാണ്. മുകളിൽ നിന്ന് മാർപ്പാപ്പ, കാർത്തിനാളിലെ ബിഷപ്സ്, രൂപത, ഇടവകയെ തന്നെ പല സംഘടനകൾ, ഇങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ വിഷമം കൊണ്ട് ഞാൻ ചോദിക്കേണ്ടതാണ്, ഇതുകൊണ്ട് നമുക്ക് എന്തേലും നമ്മുടെ ദൈവമക്കൾക്ക് പ്രാക്ടിക്കലി ഉപകാരം ഇതുകൊണ്ട് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈശോ ഇത് നിർമ്മിച്ചപ്പോൾ, ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈശോയ്ക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ അതിന്ന് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരാളൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരിക്കലും ഒരു സഭയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പേരിൽ ഒരു വ്യക്തി ജീവൻ അവസാനിപ്പിക്കാൻ പാടില്ല, ഒരു കുടുംബം ജീവിതം അവസാനിപ്പിക്കാൻ പാടില്ല. ഇതുപോലെ ആ ഷൈനിയും മക്കളും ജീവിതം അവസാനിപ്പിച്ചപ്പം അന്ന് ഞാൻ തുടങ്ങിയതാണ് ഈ രീതിയിൽ ആളുകളെ ചെറിയ രീതിയിലെങ്കിലും സഹായിക്കണമെന്ന രീതിയിൽ ചിന്തിച്ചത്. അത് ഇപ്പം അവസാനം എത്തിയിരിക്കുന്നത് 4 ആത്മാക്കളിലാണ്. ഞാനൊരു ജനറൽ കേസ് എന്ന രീതിയിൽ അത് തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ എന്തായേനെ? അപ്പോൾ ഓരോ രൂപതയിലും എത്ര കോടിക്കണക്കിന് രൂപയാണ് ലഭിക്കുന്നത്. വൈദികർക്ക് കൊടുക്കേണ്ട ശമ്പളം ഒഴിച്ചു കഴിഞ്ഞാലും എത്ര പൈസയാണ് പൈസ ഇല്ലെന്ന് ദയവേത് പറയരുത്, പൈസ ഇല്ലെന്ന് പറയരുത്. സഭയ്ക്കുള്ള അത്ര ഭൂമിയും സ്വത്തുക്കളൊന്നും വേറെ ആർക്കും ഈ ഇന്ത്യ മഹാരാജ്യത്തില്ല. ഇത്രയും ഉണ്ടായിട്ടും ഒരു കടക്കെണിയിലായ ഒരു കുടുംബത്തെ ഒരു ഇടവകയ്ക്ക് സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ വികാരച്ചന് പറ്റുന്നില്ലെങ്കിൽ വികാരച്ചൻ ആ ബിഷപ്പിനെ വിളിച്ച് അറിയിക്കണ്ടേ? ഏതെങ്കിലും രീതിയിൽ ഞാൻ പറയും, രൂപതയുടെ സ്ഥലം വിറ്റിട്ടാണെങ്കിലും ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന കുടുംബങ്ങളെ നമ്മൾ സംരക്ഷിക്കണം. അല്ലെങ്കിൽ രൂപതയിൽ ഓരോ മരിച്ചു വീഴുന്ന, ഇങ്ങനെ മരിക്കുന്ന ഓരോ ആത്മാക്കളുടെയും രക്തത്തിന് ആ രൂപത ബിഷപ്പ് മാത്രമാണ് ഉത്തരവാദി, വേറെ ആരുമല്ല. പലരും പല സാഹചര്യങ്ങളുടെ പുറത്ത് കടക്കെണിയിലൊക്കെ ആവാം. പക്ഷേ ഞാൻ അന്ന് ഈ സ്ത്രീ എന്നെ വിളിച്ച സമയത്ത് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഇവർക്കിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അന്നത്തെ ലേഖന വായന എന്ന് പറയണത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഈ ഭാഗമായിരുന്നു. അതായത് അവർ സ്വത്തുക്കളെല്ലാം പൊതുവായിട്ട് കരുതിയെന്ന്. അപ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ കാണാം, അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അവർ വളരെ എത്ര പൈസയാണ് നമുക്ക് ലഭിക്കുന്നത്? ഈ കേസിലല്ലേ ഇപ്പം PC ജോർജ് ഉപയോഗിച്ച ഭാഷകളൊക്കെ നമുക്ക് മാറ്റിവെച്ച് അദ്ദേഹം പറഞ്ഞ വസ്തുതകൾ നമ്മൾ നോക്കുകയാണെങ്കിലും, അദ്ദേഹം പറഞ്ഞ FCRA കാര്യങ്ങളൊക്കെ, FCRAയുടെ ദോഷവശം മാറ്റിവെച്ച് FCRAയുടെ റിയാലിറ്റി നമ്മൾ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ, പള്ളിയിൽ നമുക്ക് ലഭിക്കുന്ന ഞായറാഴ്ച ലഭിക്കുന്ന സ്തോത്ര കാഴ്ചകൾ നമുക്കറിയാം, നമുക്ക് പള്ളിയിൽ വിളിച്ച് പറയാറുണ്ട്. പക്ഷേ ഈ FCRA നിയമം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു അതിരൂപത മെത്രാൻ പറഞ്ഞത് സഭയുടെ ആയിരക്കണക്കിന് അക്കൗണ്ടുകൾ ഗവൺമെൻറ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആയിരക്കണക്കിന് അക്കൗണ്ടുകൾ. എന്തിനാണ് ആയിരക്കണക്കിന് അക്കൗണ്ടുകൾ എന്നുള്ളത് ആരും ചോദിക്കുന്നില്ല. ഈ ആയിരക്കണക്കിന് അക്കൗണ്ടുകളിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം എത്ര വിദേശ ഫണ്ട് വരുന്നുണ്ട് എന്നുള്ളത് ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന 10-70 വയസ്സായിട്ടുള്ള അപ്പാപ്പയ്ക്കോ അമ്മാമ്മയ്ക്കോ അറിയാവോ? ഈ കഴിഞ്ഞ 70 വർഷം നിങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ഈ 70 വർഷത്തിനിടയിൽ നിങ്ങളുടെ രൂപതയ്ക്ക് എത്ര വിദേശ ഫണ്ട് ലഭിച്ചു എന്നുള്ളത്, അവരെന്ത് ചെയ്തു എന്നുള്ളത് വിശ്വാസികൾക്ക് എന്തായാലും ലഭിക്കുന്നില്ലെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പള്ളി പിരിവൊന്നും മറ്റു കാര്യങ്ങളൊന്നും വാങ്ങിക്കത്തില്ലല്ലോ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ.
ഇവിടെ നമ്മൾ കാണുമ്പോൾ വിശ്വാസികൾ തന്നെ പണം ചിലവാക്കി അവർ തന്നെ ബിരിയാണി വിറ്റും അച്ചാർ വിറ്റുമൊക്കെയാണ് പള്ളി പോലും പണിയുന്നത്. അപ്പോൾ വിദേശത്തുനിന്ന് വരുന്ന ഈ ഫണ്ട് എന്നാൽ പിന്നെ മിഷൻ പ്രവർത്തനം ഉപയോഗിക്കുന്നുണ്ടോ, അതും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. കാരണം മിഷൻ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പരിതാപകരമാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഇടങ്ങൾ. ഒരു രണ്ട് കമ്പും ടാർപോളിനും ഓലയും വെച്ചിട്ടൊക്കെയാണ് കുർബാന അർപ്പിക്കുന്ന പള്ളികളൊക്കെ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു ഓഡിയോ അയച്ചു തന്നു. ഒരു വൈദികൻ പറയണത് മിഷൻ സ്ഥലത്ത് പോവാണ്, ഒത്തിരി ദൂരം പോകേണ്ടി വരും, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ബൈക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് മിഷൻ സ്ഥലത്തുള്ള പ്രത്യേക സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിദേശ ഫണ്ട് എവിടെ പോകുന്നു? ഇതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന വിദേശ ഫണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് ട്രാൻസ്പെറൻസി വേണം. ഇത്ര വരുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കണക്ക് കാണിക്കേണ്ടി വരും, അത് കാണിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് നമുക്ക് ഉത്തരവില്ല, അത് ബിഷപ്പുമാർക്ക് മാത്രമേ അറിയുള്ളൂ. സഭ എന്നുള്ളത് നമ്മുടേത് എല്ലാവരുടേതാണെന്ന ബോധ്യം നമുക്കില്ല എന്നുള്ളതാണ് ഈ പ്രോബ്ലം. എൻ്റെ പറയുമ്പോഴവരെ ഇതിനായിരിക്കണം നമ്മുടെ സഭയുടെ സിസ്റ്റം. രോഗങ്ങൾ വന്ന് ഒരാൾ മരിക്കുന്നു, ഒക്കെ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ഫാമിലികൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പേരിൽ എത്ര പേര് നമ്മുടെ സഭയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ അതെല്ലാം സഭയുടെ തലയുടെ മുകളിൽ തന്നെ ഉണ്ടാവും. ആ രൂപതാമെത്രാൻ്റെ തലയിൽ തന്നെ ഉണ്ടാവും എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഇപ്പോൾ പരിശുദ്ധ നമ്മുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനിസ് തേക്കും ബെനഡിക്ടാത്തു ഇൻ മുളിയേരിബൂസ് et benedictus fructus ventris tui, Iesus. Sancta Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christore.